ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ വാർപ്പിൻ്റെ മുകൾക്ക് നമ്മൾ കൃഷി സ്ഥലത്തേക്ക് ഒന്ന് ഇറങ്ങിയതാട്ടോ, ടെറസ് ഗാർഡനിക്ക്. അപ്പോൾ കണ്ടോ, കുറച്ചൊക്കെ പയർ ഞാനിങ്ങനെ പൊട്ടിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടില്ലേ, നമ്മൾ പയർ പലതരം പയറുണ്ട്. ഇത്തരം പച്ചപ്പയറാണ് കേട്ടോ. ഇതൊരു ലൈറ്റ് ഗ്രീൻ പയറാണ്. അത് കണ്ടില്ലേ, നിറച്ച് പയറിങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ചുവപ്പ് പയർ ഇതൊക്കെ ആവണുള്ളൂ. നിറച്ചിങ്ങനെ കൊലകൊലേനെ തൂങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ വാർപ്പിൻ്റെ മുകളിൽ നമുക്ക് ഒന്നരാടം വെച്ചിട്ട് 1 കിലോ, 1/2 കിലോ, 1.5 കിലോ ഒക്കെ പയർ ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പയർ ഇവിടെ വെക്കാം, നമ്മൾ പൊട്ടിച്ചത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് പൊട്ടിക്കണം. അതുപോലെ ഇത് കണ്ടില്ലേ, പഴയ കുറേ പയറിൻ്റെ ചെടികൾ ഓരോ ഗ്രോ ബാഗ് മാറ്റിയിട്ട് അതിലുള്ള പുല്ലും മൊന്തൊക്കെ മാറ്റി ഫുള്ള് കൊട്ടിയിട്ട് ഞാൻ വേറെ പയർ ചെടികൾ മാറ്റിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പഞ്ചായത്തു നിന്നൊക്കെ പയർ ചെടിയും മുളക് ചെടിയും ഒക്കെ കിട്ടുന്ന സമയമല്ലേ. ഇവിടെയൊക്കെ ഞങ്ങളുടെ പഞ്ഞാട് പഞ്ചായത്തു നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടോ, ഇവിടെയൊക്കെ പഴയ പയർ ചെടികൾ ഉണ്ടായിരുന്നത് മാറ്റിയിട്ട് പുതിയ പയർ ചെടി ഞാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഇത് ഒരു മാസം മുമ്പ് മാറ്റിയതാണ്. ഈ സൈഡിൽ 2-3-4 തൈ കേട്ടോ. അതുമല്ലാണ് ഇപ്പോൾ നല്ലോണം ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ. അതൊക്കെ നിറച്ച് ഞാൻ നേരത്തെ പൊട്ടിച്ചൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടായി നിന്നത് തന്നെയാണ്. കണ്ടില്ലേ, അപ്പോൾ നല്ല ലോങ് വരുന്ന പയറാണ് കേട്ടോ. ലോങ് വരാത്ത അതുപോലുള്ള പയറുകളും ഉണ്ട്. ഇത് വേറൊരു ടേസ്റ്റാണ് വയ്ക്കാൻ, അത് വേറൊരു ടേസ്റ്റാണ്. അങ്ങനെയൊക്കെയാണ് കണ്ടോ. പൂവോടും നമ്മുടെ ഇടുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഞാൻ ദിവസവും ഒരു 2 ചട്ടി ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട്, പിന്നെ ഇതുപോലെ 2 ചട്ടി വലിച്ചെടുത്തിട്ട് അത് ഫുള്ള് കൊട്ടിയിട്ട് ഇതൊക്കെ ലേശം വളം ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് പുതിയ ചട്ടി ഒരുക്കിയിട്ട് അവിടെ തന്നെ അതേ സ്ഥാനത്ത് തന്നെ വേറെ വെക്കണത് കേട്ടോ. അല്ലാതെ ഒക്കെപ്പാടെ നമുക്കൊരു ദിവസം എത്തൂല. അപ്പോൾ ഇത് 2-3 ദിവസം ആയിട്ട് എടുത്തിട്ട് ചെയ്തതാണ് ഈ ചട്ടി ആ ചട്ടി അങ്ങനെയൊക്കെ ആയിട്ട്. ആ നിൽക്കുന്ന ഈ ചട്ടികളൊക്കെ ഇങ്ങനെ 2-3-4 ദിവസമായിട്ട് ഇതിൽ പയർ ചെടിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കണ്ടില്ലേ, കണ്ടോ. ഇതൊക്കെ അവിടെ തന്നെ നിന്നിട്ട് നമ്മളെ ടെറസിൽ പന്തലിട്ടതിൽ തന്നെ ഉണങ്ങിപ്പോയിക്കോളും. അതുകൊണ്ടൊന്നും ഒരിതില്ല. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പ് വെച്ച പഴയ പയർ ചെടികളാണിത്. ഇതാണ് ഞാൻ ഓരോന്ന് നമുക്ക് വയ്ക്കുമ്പോൾ ഓരോന്ന് വലിച്ച് അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് ആ മണ്ണ് പിന്നെ പുറത്തിട്ടിട്ട് വളമൊക്കെ ആദ്യം പൂതി ഒരുക്കിയിട്ട് പിന്നെ അതിൽ വേറെ തൈ വെക്കും. അങ്ങനെ വെച്ചതാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ഇതുമലും ഇപ്പോൾ പയറുണ്ടാവണമൊക്കെ ഉണ്ട്. പഴയ ചെടിയാണെങ്കിലും കണ്ടോ, പയറുണ്ടാവണമൊക്കെ ഉണ്ട്, പൂവിടണമൊക്കെ ഉണ്ട്. പക്ഷേ മറ്റേത് കൊലകൊലേനെ അതുപോലെ കലകൊലേനെ കണ്ടില്ല, മറ്റേത് കായ്ച്ചു നിൽക്കുന്നത് അതുപോലെ ഇതുകൊണ്ട് കായ്ക്കണില്ല. അപ്പോൾ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഗാർഡനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാർപ്പിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ കൃഷി ചിലവാക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ആ നിൽക്കുന്ന 2-3-4 ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലൊക്കെ ഉള്ള പയർ ചെടികളാണ് ഇനി നമുക്ക് മാറ്റി വെക്കേണ്ടത്. അത് ഇതുപോലെ തന്നെ സാവധാനം പോലെ നമുക്ക് ഒഴിവുള്ളപ്പോൾ നമ്മൾ വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞ് ഒഴിവുള്ളപ്പോൾ നമുക്ക് ഓരോ ചട്ടിയും എടുത്ത് മാറ്റിയിട്ട് അങ്ങനെ ഓരോന്ന് ഇതുപോലെ മാറ്റി വെക്കാം. അപ്പോൾ പിന്നെ അത് അങ്ങനെ പടർന്ന് കയറിക്കോളും നമ്മുടെ പന്തലുമേ. നമുക്ക് എപ്പോഴും പിന്നെ ഒരു പേര് വെക്കാനോ ഇതിനോ ഒന്നും കടയിലേക്ക് ഓടേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ പിന്നെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഉപ്പേരി വെക്കാം എന്നുള്ള നിലക്ക് പിന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതൊക്കെ നമ്മൾ പഴയ ചെടിയിലെ പയറാണ് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ആയിട്ടില്ല, ആവുന്നതേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇവിടെ കുറച്ചൊക്കെ മണ്ണും കച്ചറയായിട്ട് കിടക്കുന്നത് ഞാൻ ഈ പഴയ ചട്ടികളൊക്കെ വലിച്ചിട്ടിട്ട് പുതിയ മണ്ണും ഇതാകുമ്പോഴാണ്. ഇതൊക്കെ ഒന്ന് അടിച്ച് ക്ലീനാക്കിയിട്ട് വൃത്തിയാക്കണം. ഇത് ഇങ്ങനെ ഇടുന്നില്ല, വാർപ്പ് കേടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലർ കമൻറ്റ് പറയും. കണ്ടില്ലേ, നല്ല ലോങ്ങുള്ള പയറുകളാണ് കേട്ടോ. ഇത് ഒരു പച്ചപ്പയറാണ്, ഇത് വേറൊരു തരമാണ്, വേറൊരു ഇനം വിത്താണ്. ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കൈ കൊണ്ട് വേണത് പൊട്ടിക്കാൻ. അത് കാരണം കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടിയാണ് കേട്ടോ ഇതൊക്കെ പൊട്ടിക്കണത്. നിങ്ങൾക്കും കാണിച്ചു തരണ്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ച് പയർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് വഴുതന തൈയാണ് കേട്ടോ, നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. നമ്മളുടെ അനുഗ്രഹിച്ചിട്ട് കൊടുക്കുമ്പോൾ കിട്ടിയതാണ്. കണ്ടില്ല, അതുപോലെ തന്നെ ഇത് മുളകും തൈയാണ്, ഇതൊക്കെ മുളകും തൈയാണ്. ഇത് നല്ലത് വഴുതന തൈയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ വാർപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. ഇതുപോലെയാണ് കേട്ടോ പഞ്ചായത്തിൽ നിന്ന് കിട്ടുക, പറഞ്ഞിട്ട് ട്രെയിലാണ് കിട്ടുക. അപ്പോൾ കുറച്ച് തൈയൊക്കെ ഞാൻ കുഴിച്ചിട്ടു, വഴുതനങ്ങയും വെണ്ടയ്ക്കും പച്ചമുളകും. ഇതുപോലെ എൻ്റെ ഇക്കാക നാട്ടിൽ ലീവിന് വന്നപ്പോൾ ഇങ്ങനെ ഒരു പന്തലിട്ട് വന്നാണ് ഈ സൺസൈഡിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചൂടിക്കയർ വെച്ചിട്ട് ആ ഒരു സൈഡ് ഈ സൈഡ് മാത്രമാണ് ഇങ്ങനെ പന്തലിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അതിലാണ് ഈ അരുവിൽ കൂടെ ഒക്കെ നമ്മളിങ്ങനെ ഇതുപോലെ ചട്ടികൾ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ പടരുന്ന പയർ ചെടിയും അതുപോലെ തന്നെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിക്കണിട്ട്. കണ്ടു, ഒരു തരം പച്ചമുളകാണ്, കണ്ടോ, ചുളിഞ്ഞ് നിൽക്കുന്ന ഒരു തരം പച്ചമുളകിൻ്റെ പച്ചമുളകല്ല കാന്താരി മുളകാണെന്ന് തോന്നുന്നു.
ഇത് കണ്ടില്ല ഒരു ഗ്രോ ബാഗിൽ നിറച്ച് പുല്ല് പൊന്തിയിട്ട് ഇനി ഇതൊക്കെ പറിച്ച് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് ആ തെയ്യൊന്നും കൂടി പരിപാലിക്കാൻ. കണ്ടില്ലേ വഴുതനങ്ങൊക്കെ പഴുത്തിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ 2 ദിവസം വാർപ്പിൻ്റെ മുകളിൽ കയറിയിട്ടില്ലെങ്കിൽ ഇതാട്ടോ അവസ്ഥ. പിന്നെ എല്ലാ നേരത്തും നമുക്കിങ്ങനെ തോനെ ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് 1 മണിക്കൂർ അങ്ങനെയൊക്കെയാണ് നമ്മൾ കയറുന്നത് വാർപ്പിൻ്റെ മുകൾക്ക്. അത് കണ്ടില്ലേ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന വാഴക്കൊല ഉണ്ടോ ഞാൻ കാണിച്ചു തരാം. കറണ്ടിൻ്റെ ആളുകൾ വന്നിട്ട് അതിൻ്റെ ഇലയുടെ ഫുള്ളും കറണ്ട് കമ്പിയാണ് മേലെ, അപ്പോൾ ഫുള്ളും വെട്ടിക്കളഞ്ഞതാണ് കാണുന്നത്. ഇത് പൊണ്ണങ്കായാണ് കേട്ടോ. നേന്ത്രക്കായുടെ മാതിരി ഉണ്ടാവും കണ്ടാൽ, പക്ഷേ അത് പൊണ്ണങ്കായാണ്. നമ്മുടെ ടെറസിൻ്റെ അരുവിലായിട്ട് നമുക്ക് ഇതുപോലൊരു മുരിങ്ങാത്തൈ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വന്നിട്ട് തന്നെ നമുക്ക് ഒരു കമ്പ് ഇങ്ങനെ വലിച്ച് മുരിങ്ങ കറി വെക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. മുരിങ്ങ കിട്ടാതിരിക്കില്ല ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ. ഞാൻ ഒരു കറി വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടി വന്ന് ഇതിൽ നിന്ന് കുറച്ച് മുരിങ്ങ പൊട്ടിച്ചിട്ടാണ് പരിപ്പൊക്കെ ഇട്ടിട്ട് വെക്കാറ്. ഇത്രയും പയറാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ല, ഒരു 1.5 കിലോ പയറൊക്കെ ഉണ്ടാവും കേട്ടോ. ഇങ്ങോട്ടൊക്കെ പലതരം പയറിൻ്റെ വിത്തായതുകൊണ്ടാണ്. ഇങ്ങോട്ടൊക്കെ ചുവപ്പ് പയറുണ്ട്, അതുമാതിരി വേറൊരു പച്ച കളർ പയറുണ്ട്, അതുപോലെ ഇതുമാതിരി ലോങ്ങായി വളരുന്ന വേറൊരു തരം പയറുണ്ട്. അങ്ങനെ 3 ഐറ്റം പയറാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, നമുക്ക് ഇത്രയും പയർ നമ്മുടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഉപ്പേരി വെക്കാനൊക്കെ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അതുമാതിരി തന്നെ ആ പന്തലിൽ തന്നെ കോവക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 1/2 കിലോ കോവക്കൊക്കെ വെച്ചിട്ട് 2-3-4 ദിവസം കൂടുമ്പോഴൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് 1/2 കിലോനൊക്കെ ആകുമ്പോഴാണ് ഉപ്പേരി വെക്കാറ് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ കൃഷി വിശേഷങ്ങൾ ഇതൊക്കെയാണ്, ഇന്നത്തെ എൻ്റെ ടെറസ് ഗാർഡനിലെ വിശേഷങ്ങൾ. ഇനി ഞാൻ പുതിയ അപ്ഡേറ്റ് ആയിട്ട് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. നിങ്ങൾക്കൊക്കെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അതുപോലെ കുറേ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസുകളൊക്കെ, നമ്മുടെ നല്ല വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വെക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.